Okay. So ഈ ഒരു റെപ്പോസിറ്ററി ക്രിയേഷൻ പാർട്ട് നമുക്ക് ശരിക്കും ആക്ച്വലി ജസ്റ്റ് നമ്മൾ ലോക്കൽ സിസ്റ്റത്തിൽ നമുക്കൊരു ഡെവലപ്മെന്റ് എൻവയോൺമെന്റിൽ ഫ്ലാസ്ക് ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല. ബട്ട് ഡിപ്ലോയ്മെന്റ് സ്റ്റേജിലോട്ട് വരുമ്പോൾ ഇത് ആവശ്യമാണ്. സോ ആ രണ്ട് പർപ്പസ് നമുക്കുണ്ട്. ഒന്ന് നമുക്ക് ഈ ഒരു ഇതിന്റെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് പിന്നീട് നിങ്ങൾക്ക് ലേറ്റർ റെഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും, രണ്ടാമത് നിങ്ങൾ ഡിപ്ലോയ്മെന്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതൊരു പബ്ലിക് റെപ്പോസിറ്ററി ആയിട്ട് ഉണ്ടാവണം. സോ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ. സോ ജസ്റ്റ് ഞാനെൻ്റെ ലോക്കൽ സിസ്റ്റത്തിലോട്ട് ക്ലോൺ ചെയ്യുവാണ്. ഓക്കെ. സോ ഞാൻ ഈ വെർഷൻ ഇവിടെ ക്ലോൺ ചെയ്തു. ദെൻ അതിന്റെ ആ ഫോൾഡർ ഞാൻ ഇവിടെ VS കോഡിൽ ഓപ്പൺ ചെയ്യുവാണ്. ഓക്കെ. സോ ഞാൻ വെരി ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഒരു എന്താണ് എൻവയോൺമെന്റ് വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേഷൻ പറഞ്ഞിരുന്നു. അതായത് നമുക്ക് ലോക്കലായിട്ടൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ലൈബ്രറീസ് ഇൻസ്റ്റാളേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന്. സോ ആ ഒരു മെത്തേഡ് ഇവിടെ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളെ ആപ്പിന് ആവശ്യമായിട്ടുള്ള ലൈബ്രറീസ് മാത്രം നമുക്ക് അതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതുപോലെ തന്നെ ഡിപ്ലോയ്മെന്റിൽ വരുമ്പോഴും നമുക്ക് ആ ലൈബ്രറീസ് മാത്രമായിട്ട് നമുക്ക് അതിന്റെ ലിസ്റ്റ് പറഞ്ഞു കൊടുക്കണം. കാരണം നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്ന സെർവറിലും ആ ഒരു സ്പേസിൽ നമ്മുടെ ആവശ്യമുള്ള ലൈബ്രറീസ് മാത്രമേ ഇൻസ്റ്റാൾ ആവേണ്ട കാര്യമുള്ളൂ. അല്ലാതെയുള്ള അൺനെസസറി ഇൻസ്റ്റാളേഷൻസ് ടു മച്ച് സ്പേസ് എടുക്കും. മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന സർവീസസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഫ്രീ സർവീസ് ആയിരിക്കും. അപ്പോൾ അവിടെയൊന്നും അത്രയും സ്പേസ് ഉണ്ടാവില്ല. സോ ഈ പർപ്പസിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് ഒരു വിർച്വൽ എൻവയോൺമെന്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. സോ ജസ്റ്റ് Ctrl+Shift+P അല്ലെങ്കിൽ Command+Shift+P ക്രിയേറ്റ് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ക്രിയേറ്റ് എൻവയോൺമെന്റ് പ്രസ് ചെയ്യുക. VNV സെലക്ട് ചെയ്യുക. ദെൻ ഗ്ലോബൽ പൈതൺ സെലക്ട് ചെയ്യുക. സോ ഇവിടെ ഒരു ഹിഡൻ ഫോൾഡറിൽ അതിന്റെ ഫയൽസ് ക്രിയേഷൻ ലൈക്ക് ആ ഒരു ലോക്കൽ എൻവയോൺമെന്റ് ക്രിയേഷൻ നടക്കും. ആൻഡ് ആ ഒരു എൻവയോൺമെന്റ് തന്നെ ആക്റ്റീവ് ആയിട്ടുണ്ട് വരികയും ചെയ്യും. ഓക്കെ. സോ ഞാനിവിടെ ടെർമിനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ടെർമിനൽ കാണാൻ പറ്റും. ആ ഒരു എൻവയോൺമെന്റ് ആയിരിക്കും ആക്റ്റീവ് ആയിട്ടുണ്ടാവുക. ഓക്കെ. എൻ്റെ ലോക്കൽ എൻവയോൺമെന്റ് ആണ് സെലക്ട് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ. സോ ആസ് ഓഫ് നോ ആ ഒരു എൻവയോൺമെന്റിൽ വേറെ പ്രത്യേകിച്ച് എക്സ്ട്രാ ലൈബ്രറീസ് ഒന്നും ഇല്ല. സോ നമുക്ക് ആദ്യം ഫസ്റ്റ് ഒരു ബേസിക് സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒരു സിമ്പിൾ ആയിട്ട് ഒരു വെബ് ആപ്പ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ ഫോർ ദാറ്റ് ആക്ച്വലി നിങ്ങൾക്ക് ഈ ഒരു ട്യൂട്ടോറിയൽ ആക്ച്വലി ഫോളോ ചെയ്യാം. ഫ്ലാസ്കിന്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കിടക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ഒരു ഹലോ വേൾഡ് മാത്രം പ്രിന്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഷോ ചെയ്യുന്ന വെബ്സൈറ്റ് ആണെങ്കിൽ ഇത്രയും കോഡിന്റെ ആവശ്യം ഇവിടെ ഉള്ളൂ. സോ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. സോ ഫയൽ നെയിം നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ബട്ട് ഓക്കെ, ജസ്റ്റ് ഞാൻ app.py എന്ന് കൊടുക്കുവാണ്. എന്നിട്ട് ആ കോപ്പി ചെയ്ത കോഡ് പേസ്റ്റ് ചെയ്യുവാണ്. സോ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് എന്താണ് HTML-ഓ CSS-ഓ ഒന്നും പറയുന്നില്ല. സിമ്പിൾ ആയിട്ട് ഒരു ടെക്സ്റ്റുവൽ സ്ട്രിങ് ആയിട്ട് തന്നെ ആ ഒരു പാരഗ്രാഫ് ടാഗിന്റെ ഇടയിൽ നമ്മൾ കൊടുക്കുവാണ്. ഓക്കെ. ഈ ടാഗ് നിങ്ങൾക്കറിയാം, HTML-ൽ നമ്മൾ കൊടുത്ത ടാഗ് ആണ് പാരഗ്രാഫ് ടാഗ്. സോ ആ ഒരു പാരഗ്രാഫ് ഫോർമാറ്റിൽ തന്നെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു സ്ട്രിങ് ആയിട്ട് പാസ് ചെയ്താലും ഇറ്റ് വിൽ വർക്ക്. ഓക്കെ. സോ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് വേറെ ഫയലിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇത് റൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. സോ അത് റൺ ചെയ്യാനായിട്ട് വി ക്യാൻ യൂസ് ഈ ഒരു കമാൻഡ്
ബട്ട് ബിഫോർ ദാറ്റ് നമ്മൾ ഫ്ലാസ്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം. ഇപ്പോൾ റൈറ്റ് നൗ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, ബട്ട് എനിവേ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എന്താണോ ഫയലിന്റെ പേര് അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. സോ എൻ്റെ ഫയൽ നെയിം ആപ്പ് എന്നാണ്. ഓക്കെ, സോ ഫ്ലാസ്ക്, ഓക്കെ, എനിക്ക് ഫ്ലാസ്ക് എന്ന് പറയുന്ന ലൈബ്രറി ഇതിന്റെ കൂടെ ഉണ്ട്, ബേസ് പൈത്തന്റെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം അത് വർക്ക് ആയിട്ടുണ്ട്. സോ ബേസിക്കലി ഇവിടെ ഹലോ വേൾഡ് നമ്മൾ അവിടെ കൊടുത്ത, ഓക്കെ, ഇവിടെ റൺ ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്, ഒരു ലോക്കൽ സെർവർ എന്നുള്ള രീതിയിൽ ഇവിടെ എന്താണ് നമ്മുടെ ടെർമിനലിൽ സ്റ്റാർട്ട് ആവുകയാണ് ചെയ്തത്. നമുക്കൊരു URL ഇവിടെ വരും, ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്ന ഒരു URL. സോ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ, നമ്മുടെ സിസ്റ്റത്തിലാണ് ഇതിപ്പോൾ റൺ ആവുന്നത്. ഈ ഒരു URL ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു നമ്മുടെ ഡിഫോൾട്ട് ബ്രൗസറിൽ ഓപ്പൺ ആയി വരും. സോ ഈ ഒരു ഹോം ലൊക്കേഷനിൽ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, സോ റൈറ്റ് നൗ ഇത് റണ്ണിങ് ആണ്. സോ റണ്ണിങ്ങിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ച് ചേഞ്ചസ് വരുത്താൻ സാധിക്കും. സോ സപ്പോസ് ഞാനിവിടെ മാറ്റിയിട്ട് H1 ആക്കാം. H1 സേവ്. ഇവിടെ ഒരു ചെറിയൊരു റിഫ്രഷ്മെന്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഡൈനാമിക് ആയിട്ട് തന്നെ ഇത് വരേണ്ടതാണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഒന്നുകൂടെ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് Ctrl+C അടിച്ചതിന് ശേഷം ഇവിടെ റൺ ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ അത് H1 ടാഗ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ബോൾഡ് ഫേസ് ചേഞ്ച് ആയിട്ടുണ്ട്. H1 ഹെഡിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ വിത്തൗട്ട് HTML ഫയൽ ഡയറക്റ്റ് ആ ഒരു HTML ടാഗിന്റെ ഉള്ളിൽ ആ വേണ്ട സ്ട്രിങ് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഞാൻ ഇവിടുന്ന് Ctrl+C അടിച്ച് കഴിഞ്ഞാൽ ഈ ലോക്കൽ സെർവർ ഇറ്റ് വിൽ ഡൈ ഡൗൺ. പിന്നീട് ഞാൻ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആക്സസിബിൾ, ഈ രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, സോ അറ്റ് ദ വെരി ബേസിക്, ഏറ്റവും വെരി ബേസിക് ആയിട്ട് നമുക്ക് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ ഒരു ആപ്പ് എങ്ങനെ റൺ ചെയ്യാം, സിമ്പിൾ ആയിട്ടൊരു ഹലോ വേൾഡ് എക്സാമ്പിൾ. നമ്മൾ എനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തുടങ്ങുമ്പോഴെല്ലാം നമ്മൾ ചെയ്യുന്നത് ഹലോ വേൾഡ് ആണ്. സോ ഫ്ലാസ്കിലെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലായിരിക്കും. സോ ഇതിന്റെ ബേസിക് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഫ്ലാസ്ക് ഇതിന്റെ ഇത് എന്താണ് ഇമ്പോർട്ട് ചെയ്യുന്നു ഫ്ലാസ്ക് ലൈബ്രറിയിൽ നിന്ന്. ദെൻ നമ്മളൊരു ആപ്പ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അത് ഫ്ലാസ്ക് ആപ്പ് ആയതുകൊണ്ട്. ദെൻ നമുക്ക് വരേണ്ടത് ഇതിന്റെ ഹോം ലൊക്കേഷനിൽ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഫംഗ്ഷൻ റൺ ആവുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫംഗ്ഷൻ നെയിം നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ആ ഫംഗ്ഷൻ ചെയ്യുന്നത് സിമ്പിളി ഒരു H1 ടാഗിന്റെ അകത്ത് ഒരു സ്ട്രിങ് റിട്ടേൺ ചെയ്യുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഈ ഒരു സ്ലാഷ് കൊടുത്തിട്ടുള്ളത് തന്നെ നമ്മുടെ ഈ ലോക്കൽ ഹോസ്റ്റ് ഈ ഒരു URLന്റെ ഏറ്റവും ഹോം ലൊക്കേഷനിലായിരിക്കും വരുന്നത്. ഫർദർ നമുക്ക് വേറെ പേജസിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇനി ഇതിൻ്റെ അകത്തോട്ട് വേറെ വേറെ പേജ് അഡ്രസ്സ് അതിലോട്ട് ആഡ് ചെയ്യും. ഓക്കെ, സോ ജസ്റ്റ് ഈ ഒരു വെർഷൻ ഞാൻ തൽക്കാലം പുഷ് ചെയ്യാം. ഓക്കെ, ഈ പൈക്യാഷ് എന്നൊക്കെ പറയുന്നത് ടെമ്പററി ഫയൽസ് ആണ്, അത് നമുക്ക് കോഡിലോട്ട് പോകേണ്ട കാര്യമില്ല. സോ ഐ ജസ്റ്റ് നീഡ് ടു അതിന്റെ പെർമിഷൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം. എനിക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് GitHub അക്കൗണ്ട്സ് ഇതിൽ കിടക്കുന്നതുകൊണ്ടാണ്. ജസ്റ്റ് ഒന്ന് റീസെറ്റ് ചെയ്തോട്ടെ.
ഓക്കെ, സോ ഞാൻ ആ ചേഞ്ച് ഈ ഒരു റെപ്പോസിറ്ററിയിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് വെർഷൻ കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു 2 കമ്മിറ്റ്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. ഇതിൽ ഇനിഷ്യൽ കമ്മിറ്റ് നമ്മുടെ ആദ്യം ക്രിയേറ്റ് ചെയ്ത ജസ്റ്റ് ഫയൽ ഒരു റെപ്പോസിറ്ററി മാത്രമാണ്, അതിൻ്റെ അകത്ത് വേറെ ഫയൽസ് ഒന്നുമില്ല. വെർഷൻ 1 ആണ് നമ്മുടെ ആദ്യത്തെ യൂസ് കേസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ app.py കണ്ടീഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സമയത്തെ സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സിമ്പിളായിട്ട് ഈ ഒരു കമ്മിറ്റ് ഹിസ്റ്ററി നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഓരോരോ വെർഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അങ്ങനെ ലേറ്റസ്റ്റ് സ്റ്റേജ് നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കമ്മിറ്റ്സ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ വെരി ബേസിക് വെബ് ആപ്പ് ക്രിയേഷൻ അങ്ങനെയാണ് വരുന്നത്. ഇത്രയും സ്റ്റെപ്പ് ക്ലിയർ ആണോ?